ചായ അടിച്ചെടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഈ ബ്ലോഗ് എടുക്കണത്. കാരണം ഇന്ന് അപ്പന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടല്ല വൈകുന്നേരം എടുക്കണത്. രാവിലെയൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണം. യാത്ര ചെയ്തതില്ല. യാത്ര എന്ന് പറഞ്ഞാൽ വേറെ അടുത്തൊന്നുമല്ല, ചേടപ്പള്ളി വരെ പോയത്. ചേട്ടൻ ഓടിക്കുന്ന വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ചേട്ടൻ ഒറ്റയൊക്കെ പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെയും കൊണ്ടുപോയി. അപ്പൊ ഞാനും പോയി. വെറുതെ ഇവിടെ ഇരിക്കണേന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി വന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ചേട്ടൻ ഓട്ടം പോയിട്ടാ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടന്നു. ഉറങ്ങിയില്ലാന്ന് കണക്കാണ്. ഇച്ചിരി കിടന്നില്ല. അങ്ങനെ ചൂടെടുത്തിട്ട് കിടക്ക ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടാ. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോ കൂടെ എഴുന്നേറ്റ് ആങ്ങി വരാറായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് പിന്നെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ചായക്ക് വെക്കാനുള്ള സമയമൊക്കെ ആയല്ലോ. അങ്ങനെ ചായ വെച്ച് കടിയൊന്നുമില്ല. ഇവിടെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ ബിസ്ക്കറ്റ് പിള്ളേര് ബിസ്ക്കറ്റ് കഴിച്ചോളും കേട്ടോ. ബിസ്ക്കറ്റ് കൊടുക്കാന്ന് കരുതി. ഇനിയിപ്പോ നമുക്കിനി ഒരു കേക്ക് വാങ്ങണം. ഒരു ചെറിയ കേക്ക് വാങ്ങണം. പിന്നെ കറിക്ക് എന്തെങ്കിലും വാങ്ങണം. ഒന്നെങ്കിൽ ചിക്കൻ വാങ്ങും. അത് അപ്പോഴത്തെ ആ ഒരു ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാൻ നിൽക്കണേ. പിന്നെ ചായ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് വെയിലത്ത് പോയിട്ടുള്ള മുഖത്തിന്റെ നിറം നോക്കിക്കണ്ടേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല വെള്ളം പാറ്റായിരുന്നു അല്ല ടൈറ്റ് നിറമാണ് എനിക്ക്. പക്ഷെ നമ്മള് ഇച്ചിരി നേരം ഒന്ന് വെയിലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മുഖം വെറുതെ എന്താ പറയാ വെയിലടിച്ചിട്ട് കരിവാളിച്ച പോലെ ആയിപ്പോയി. കരിവാളിച്ച പോലെ ആയിപ്പോയി. അപ്പൊ എനിക്ക് ക്യാമറ നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുൻപ് എടുത്ത വീഡിയോ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് മുഖം വെറുതെ ഭയങ്കരമായിട്ടും കറുത്തിരിക്കണ പോലെ തോന്നി. കോടയം എടുത്തിട്ടുണ്ടാവില്ലേ പോയപ്പോഴത്തേക്കും. അവിടെ ആണെങ്കിൽ നല്ല മുട്ടം വെയില്, ഒരു തണല് പോലും ഇല്ല. ബസ് സ്റ്റോപ്പ് പോലും അവിടെ ഇല്ല. ചെറിയ നേരെ മരുഭൂമി പോലെ എനിക്ക് തോന്നിപ്പോയി ആ സർവീസ് സെന്ററിന്റെ അവിടെ. ചെരുപ്പൊക്കെ നിറച്ച് കുഴിഞ്ഞു പോടായിരുന്നു ആ വണ്ടി കൂടി നടന്നിട്ട്. എന്തോ ഒരു വെയിലാകുന്നു, തല പൊട്ടിപ്പോണ വെയിലാകുന്നു. ഞാൻ ദൈവമേ വെറുതെ പോയതാണ്. വീട്ടിലിരുന്നാച്ചാൽ മതിയാതെന്ന് ഓർത്തു. ഞാൻ നോക്കണേ ചൂടത്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണോ അല്ലേ. വണ്ടി ഓടിക്കുന്ന ആൾക്കാരും പിന്നെ ഈ കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാര്, പെയിന്റിങ്ങിന്റെ ആൾക്കാര്, അവരൊക്കെ ഈ ചൂടത്ത് എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഈ അടുക്കളപ്പണി എടുക്കുമ്പോ ഈ വെയിലും ചൂടൊക്കെ ഒന്നും അറിയണില്ല. പുറത്തു പോയി പണിയെടുക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം റെഡി ആയിട്ട് ഞാനും ചേട്ടനും കൂടെ നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനിറങ്ങണതാണ് കേട്ടോ. അപ്പം എനിക്ക് അപ്പൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ഓർക്കാനായിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇതാ ഇപ്പോഴും. അപ്പോൾ 58ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അമ്മയും അപ്പനും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ഫെബ്രുവരി 12-ാം തീയതി ആയിരുന്നു. അപ്പൻ്റെത് ഫെബ്രുവരി 27. രണ്ടുപേരുടെയും ഒരു മാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോണത് ചിക്കൻ കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടും പിന്നെ നമുക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി പോകാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കടയിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നിൽക്കുന്ന ആ ചേട്ടനുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്കപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഞങ്ങളവിടെ പോസ്റ്റായി. അങ്ങനെ അവിടെ ഇച്ചിരി നിന്ന് കേട്ടോ. പിന്നെ എനിക്കിന്നൊരു ചെറിയ മടി വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയൊക്കെ നമുക്കിവിടെ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ മാവേലി പോയപ്പോഴത്തേക്കും ജീരകശാലയുടെ കുഞ്ഞരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ അന്ന് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടതില്ല. എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു മടി വന്നത് കൊണ്ടിട്ട് പൊറോട്ടയിൽ ഒതുക്കാമെന്ന് കരുതി. പൊറോട്ട ആകുമ്പോഴത്തേക്കും വാങ്ങിയിട്ട് പിന്നെ ചിക്കൻ കറി മാത്രം വെച്ചാൽ മതിയല്ല, സുഖം പരിപാടി. അപ്പോൾ ഇതേ ചിക്കൻ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മുണ്ടൻവേലി ബേക്കറിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഒരു കേക്കൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് കേക്കില്ലേ, അതാണ് കേട്ടോ പറഞ്ഞേക്കണത്. ഇവിടെ കേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ആമിക്കുട്ടിക്കും ആലുവിനും പിന്നെ വേറെ ഒന്നും വേണ്ട. അവർ തന്നെ അത് നടന്ന് തിന്ന് തീർത്തോളും കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ പറഞ്ഞ് അതപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ്. ഇനി അത് ബോക്സിലൊക്കെ ആക്കി കൊണ്ടുവരും. അപ്പോൾ ആ നേരം കൊണ്ട് ആമിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബിസ്ക്കറ്റൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് എടുക്കും മഞ്ഞ മാങ്ങയുടെ പോലത്തെ.
നമ്മുടെ വീട്ടിലേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മക്കളത് തീർക്കും കേട്ടാ. കാണിച്ചില്ലെങ്കിൽ അതവിടെ ഇരുന്നോളൂ. എങ്ങാനും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം കാണുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും. ഇപ്പം ഈ കുറച്ച് ഒരു 2-3 ദിവസത്തേക്ക് മുൻപ് വരെ ആമിക്കുട്ടിക്ക് ടിഫിനൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടിട്ട് ടിഫിൻ കൊടുത്ത് വിടണ്ടെന്നാണ് മിസ്സ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഇത് നിർത്തി. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആകാൻ വേണ്ടി പോകണമല്ലോ, അപ്പോൾ എക്സാമൊക്കെ തുടങ്ങാൻ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ടിഫിൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയത്. അങ്ങനെ കേക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ പൊറോട്ട വാങ്ങാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ പിന്നെ ഈ കേക്കും പിടിച്ച് പൊറോട്ട വാങ്ങാൻ വേണ്ടി പോയി അവിടെ പോയി തൂങ്ങി നിന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ വരുന്ന വഴി തന്നെ കേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് നേരെ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്. അപ്പോൾ നമ്മൾ റൊസാരിയോ എന്നാണ് കേട്ടോ, തോപ്പുംപടി റൊസാരിയോ എന്നാണ് പൊറോട്ട വാങ്ങിയത്. പൊറോട്ട സാധാ പൊറോട്ട ആയിരിക്കും അവിടെ ഉണ്ടാണെന്ന് വിചാരിച്ചിട്ട് സാധാ പൊറോട്ട വാങ്ങാൻ വേണ്ടി ചെന്നേണ്ട. അപ്പോൾ പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നൂൽ പൊറോട്ട വേണം സാധാ പൊറോട്ട വേണമെന്ന് വെച്ചപ്പോഴത്തേക്കും നൂൽ പൊറോട്ട ഞാൻ ഇതുവരേക്കും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നൂൽ പൊറോട്ട വാങ്ങി. ചൂടായിരുന്നു കേട്ടോ. ഞാൻ അതേപടി തന്നെ കൊണ്ടുവന്നൊന്ന് തുറന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അതേപടി തന്നെ പൊതിഞ്ഞ് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ബൺ പൊറോട്ട, നൂൽ പൊറോട്ട എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇതുവരേക്കും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതവിടെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ്റെ പണി നോക്കാം കേട്ടോ. ചിക്കൻ കഴുകിയെടുക്കുന്നതിന് മുൻപായിട്ടേ ഞാൻ വലിയ വലിയ പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ കറിക്കുള്ള പീസാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ കറി പീസ് എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്തിച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ കൊണ്ടുവരുമ്പോഴത്തേക്കും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് എനിക്ക് കറി വെക്കുമ്പോഴത്തേക്കും മസാലയൊക്കെ പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ. വലുതാക്കി വെക്കുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കി വെക്കുമ്പോൾ ഞാനപ്പോൾ അത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് രണ്ടാക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കും കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം കറി വെക്കുകയും ചെയ്യാമെന്ന് കരുതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നൊരു 5-8 പീസ് ഞാൻ ഇപ്പോഴും എടുത്ത് മാറ്റി വെക്കുന്നത് പോലെ ഒരു ബോക്സിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനും ബീഫൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബീഫ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് മാറ്റാറില്ല കേട്ടോ. ബീഫൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ഇടയ്ക്ക് മാറ്റുള്ളൂ. പക്ഷേ ചിക്കൻ ഞാൻ അങ്ങനെയല്ല, എപ്പോൾ വാങ്ങിയാലും നല്ല മാംസമുള്ള പീസ് നോക്കി ഒരു 3-4 കഷ്ണം ഞാൻ എപ്പോഴും എടുത്ത് മാറ്റും. എന്നെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വറുത്ത് കൊടുക്കാനായിരിക്കും, ഇല്ലെന്നാണെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനായിരിക്കും. പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ഞാനിവിടെ ഉണ്ടാക്കൽ കുറവാണ്. ബീഫ് കട്ട്ലേറ്റ് ഞാൻ മിക്ക സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ അങ്ങനെ വലിയ പിള്ളേർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അതുപോലെ ചിക്കന് ഒരു മണം പോലെ തോന്നും കേട്ടോ എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തേ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കൽ കുറവാണ്. ബീഫ് കട്ട്ലേറ്റ് ഞാൻ മിക്ക സമയത്തും ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് ഷവർമ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് കുബൂസ് ഉണ്ടാക്കാൻ മടിയാകുമ്പോഴത്തേക്കും ചപ്പാത്തി വെച്ചിട്ടുള്ള ഷവർമയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് അത് മാറ്റിയത് നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ചിക്കനെല്ലാം കഷ്ണിച്ച് മാറ്റി കറിക്കുള്ളത് മാറ്റി വറുക്കാനുള്ളതിൽ മസാലയൊക്കെ എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. മസാല എന്ന് വെച്ചാൽ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുൻപായിട്ട് സവോളയും തക്കാളിയൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിലോട്ട് മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര്, ചിക്കൻ മസാല, പിന്നെ കുറച്ച് അരിപ്പൊടി, ചതച്ച മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാൻ ചിക്കൻ കറിക്കും ഇതിനും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ച് ചതച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ അരച്ച് ഇടികളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനമാണ് ഞാൻ ഓർത്തത് അയ്യോ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അവസാനം ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ കറിയിലോട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മെയിൻ ചട്ടിയാണ് കേട്ടോ ഇത്. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു ദിവസമെങ്കിലും ഈ ഒരു ചട്ടി എടുത്ത് കറി വെച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നൊക്കെ പറയില്ല, അതേപോലെ കേട്ടോ. എപ്പോഴും എനിക്ക് ആദ്യം ഓടിത്തിരിയണത് ഈ ചട്ടിനകത്തോട്ടാണ്. എന്ത് കറി വയ്ക്കാനാണെങ്കിലും, മീൻ കറി ഒഴിച്ച് ബാക്കി എന്ത് കറിയാണെങ്കിലും, ഒരു ചിക്കൻ കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒന്ന് താളിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇപ്പോൾ കടല, പയർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടപ്പോഴത്തേക്കും വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുന്നു. ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഗ്യാസ് അടപ്പ് ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ചിരിക്കണത് ഇഷ്ടമല്ല. ഇപ്പം മീൻ വറുക്കാനാണെങ്കിലും ചിക്കൻ വറുക്കാനാണെങ്കിലും എന്താണെങ്കിലും ശരി, ഞാൻ അപ്പം തന്നെ എണ്ണയൊക്കെ വല്ലതും തെറിച്ച് വേണം കയ്യോടെ തന്നെ അതങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. പിന്നെ അവസാനമാണ് എല്ലാം കഴിയുമ്പോഴത്തേക്കുമാണ് തേച്ച് കഴുകിയിൽ സോപ്പിട്ട് കഴുകലൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനിലോട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം നമ്മുടെ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾ പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു നേർപകുതി നമുക്കൊരു ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ ഇത്ര പൊടികൾ ഇടണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി പൊടിയാണ് ഞാൻ ആ ചിക്കനിലോ പുരട്ടി വെച്ചേക്കണത്. ബാക്കി പകുതി നമുക്ക് ഈ സവോളയൊക്കെ വഴണ്ടതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു പഴുത്ത തക്കാളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തുള്ളി വെള്ളം, അതായത് ഒരല്പം വെള്ളം മാത്രം ഒന്ന് തളിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി അടച്ചു വെച്ചേക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും സൗണ്ട് കുറവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2-3 പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ 1-2 കമൻറ്റ് ഞാൻ കണ്ട് എൻ്റെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണുണ്ട്, നന്നായിട്ട് മൈക്ക് ഉപയോഗിക്കാതെ ആണെങ്കിലും വോയിസ് കൊടുക്കണമെങ്കിലും നല്ലതുപോലെ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സൗണ്ട് കൊടുക്കാനിരിക്കണത്. റൂമെല്ലാം പൂട്ടി വാതിലും ജനലൊക്കെ എല്ലാം അടച്ച് ഫാനും ഓഫ് ചെയ്തിട്ടാണ് ഈ ഫോൺ ഇങ്ങനെ പറ്റിയാൽ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കേൾക്കണത് കേട്ടോ. ഞാൻ ഫാൻ ഇട്ടിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കണതാണെങ്കിൽ ഫാനിൻ്റെ സൗണ്ടും എൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു ക്ലിയർ ആകില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് സംസാരിക്കണത്. ഈ ചൂട് സമയത്ത് ഫാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ദേഹം ആസകലം വിയർത്ത് കുളിച്ച് നാശപരിവാവും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ചൂടാണല്ലോ പുറത്ത്. എൻ്റെ അമ്മ തണുത്ത വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കുടിച്ചും പിടിച്ചൊക്കെയാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കണത് കേട്ടോ. എന്താ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ ചട്ടിയിൽ ചിക്കൻ വറക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടല്ല നമ്മുടെ ആമിക്കുട്ടിയുടെ സൗണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ കലപില സൗണ്ട്. അപ്പം ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. അപ്പോൾ അതാണ് ഞാനതെല്ലാം കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ വറുക്കാൻ മസാല തേച്ചതിൽ ഒരു പകുതി ഞാനിപ്പോൾ വറുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വട്ടം കൂടെ വറുക്കാനുള്ളത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തീ ഇപ്പോൾ കൂട്ടി വെച്ചേക്കാനാണ് ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും, എന്നിട്ട് നമുക്കത് ചെറു തീയിലാക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ എങ്ങനെ വറുത്ത് കൊടുത്താലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. കൂടുതലും മക്കൾക്കാണേ, പിള്ളേർക്കാണ് ചിക്കൻ്റെ ആൾക്കാർ. അവർ എത്ര ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാ ദിവസവും ചിക്കൻ കൊടുത്താൽ അങ്ങനെ കഴിച്ചോളൂ എന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഈ ചിക്കൻ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ആണെങ്കിൽ രാവിലെ പുട്ടിന് ചിക്കൻ കഴിച്ചു, പിന്നെ ഉച്ചക്ക് കഴിച്ചു, രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ഉപ്പുമുളക് ചാലിച്ചൊക്കെയായിരിക്കും ചിലപ്പോൾ ഞാൻ രാത്രി കഴിക്കണത്. എനിക്ക് അങ്ങനെ ചിക്കൻ കറിനോട് ഒരു നേരമൊക്കെ കൂട്ടാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. ചിക്കൻ അധികം അങ്ങോട്ട് വലിച്ചു വാരി കഴിക്കണതൊന്നും എനിക്ക് വലിയ താല്പര്യമല്ല. പക്ഷേ ബീഫ് ഇഷ്ടമാണ് കേട്ടോ. ബീഫ് ഇപ്പോൾ 1, 2, 3 നേരമൊക്കെ ഞാൻ കഴിക്കും. ചിക്കൻ അതുപോലെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനത്തെ ആ ഒരു കളറിലിരിക്കണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കാനിട്ടത് ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ വറുക്കണ കണ്ടപ്പോൾ തന്നെ ഒരാൾ വന്ന് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ, നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ അമ്മ എനിക്ക് ചിക്കൻ ഫ്രൈ മതിയെന്ന്. പിന്നെ ആളുടെ നാളെ എക്സാം ആയതുകൊണ്ട് ആൾക്ക് ചോറൊന്നും കൊണ്ടുപോകാൻ കേട്ടോ. ഇപ്പോൾ കുക്കറിൽ അയച്ചെങ്കിൽ ചിക്കൻ കറി റെഡിയായി കിട്ടിയാനേട്ടോ പെട്ടെന്ന് തന്നെ. ഞാൻ പിന്നെ ഒരു ഇച്ചിരി ഇങ്ങനെ ചിക്കനൊന്ന് വരട്ടിയെടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് ഗ്രേവി പരുവത്തിൽ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചീനച്ചട്ടിയിലാക്കി എടുത്തത്. അല്ലെന്നാണെങ്കിൽ ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി വയ്ക്കണമെങ്കിൽ ഞാൻ ചിക്കൻ കറി നമ്മുടെ കുക്കറിൽ വെച്ചെടുക്കുള്ളായിരുന്നു. അതാകുമ്പോഴത്തേക്കും തീ കുറച്ചിട്ടിട്ട് ഒരൊറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ മൂടി വെച്ച് ആവി പോകുന്ന അവിടം വരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട ചിക്കനെല്ലാം ഞാൻ ആദ്യം വറുക്കാനിട്ടതെല്ലാം കോരി മാറ്റുന്നുണ്ട്. ഇനി ഒരു വട്ടം കൂടി വറുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബർത്ത്ഡേകളിങ്ങനെ തൊരുതരാ കിടക്കണേണ് കേട്ടോ. അടുത്ത മാസം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അടുത്ത മാസമല്ല, ഏപ്രിൽ.
ഏപ്രിലെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഈ മാസം തീർന്നല്ല, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ നമ്മുടെ ആലിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ജൂണിൽ തന്നെ എൻ്റെയും ബർത്ത്ഡേ ആണ്. 2 ദിവസത്തെ വ്യത്യാസത്തിലാണ്. അവൾ ജൂൺ 18, ഞാൻ ജൂൺ 20, ചേട്ടൻ ഏപ്രിൽ 18. പിന്നെ നമ്മുടെ ആമിക്കുട്ടിയുടെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് കേട്ടോ. ടീച്ചേഴ്സ് ഡേയുടെ അന്നാണ് ആമിയുടെ ബർത്ത്ഡേ. അങ്ങനെ ചിക്കൻ കറി ഞാൻ എൻ്റെ വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്തിട്ടെങ്കിലല്ലേ നല്ല കുറുകിയ ഗ്രേവി കിട്ടിയാൽ കുറച്ച് ചാറും ആയാലും. ഞാൻ പിന്നെ വെള്ളം ഒഴിക്കാനായിട്ടാണ്, വെള്ളം ഒഴിച്ച് ചാറാക്കാനായിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നൊക്കെ ഉണ്ടായി, പിന്നെ തേങ്ങ ചിരവാനുള്ള മടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡിയായി, ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോഴത്തേക്കും ഞങ്ങളിതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ചേട്ടൻ കേക്കിൻ്റെ ആ ബോക്സൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. ആമിക്കുട്ടിക്കാണെങ്കിൽ കേക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. കേക്ക് വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തുടങ്ങി ചോദിക്കണേണ്, അമ്മ എപ്പോഴാണ് കട്ട് ചെയ്യണത്. പരതി നടക്കണേ, വണ്ടി ഇങ്ങനെ നടക്കണ പോലെ എൻ്റെ പുറകെ അടുക്കളയിൽ ഇങ്ങനെ മുക്കിയും മൂളിയൊക്കെ നടക്കണമായിരുന്നിട്ട് ഇതും ചോദിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഓടിച്ചു വിടും, പിന്നെയും വരും, പിന്നെയും ചോദിക്കും അമ്മ എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്പം സമാധാനമായിട്ടുണ്ടാവും കേട്ടോ ആൾക്ക്. പിന്നെ അപ്പൻ്റെ ഡാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് അന്ന് ക്രിസ്മസിൻ്റെ സമയത്ത് കളിച്ചതാണ് കേട്ടോ. അല്ലാതെ പിന്നെ വല്ല പരിപാടി, കല്യാണം, കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ കിടന്ന് ഡാൻസൊക്കെ കളിക്കാറ്. അല്ലെങ്കിൽ അങ്ങനെ കളിയൊന്നുമില്ല കേട്ടോ. പിന്നെ പാട്ട് പാടും. ഞാൻ പാട്ട് പാടുന്ന ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോക്കകത്ത്, ഇപ്പോൾ ലോങ് വീഡിയോക്കകത്താകുമ്പോൾ നമുക്കൊരു പാട്ട് ഫുള്ളൊക്കെ പാടാൻ പറ്റും. ഷോർട്ട് ആകുമ്പോഴത്തേക്കും ഒരു 3 മിനിറ്റ് വരെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്. ആമിക്കുട്ടിയാണ് കൈയൊക്കെ പിടിച്ചു കൊടുക്കണത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 58-ാമത്തെ വയസ്സിൽ നിന്ന് 59-ാമത്തെ വയസ്സിലോട്ട് അപ്പം കയറിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ വർഷം ഷഷ്ടിപൂർത്തി, അതല്ലേ 60 വയസ്സിൽ നടത്തുന്നത്, എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അത് നമുക്ക് എല്ലാവരെയൊക്കെ വിളിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ ആഘോഷിക്കാം അല്ലേ. ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ എല്ലാവർക്കും ഓരോ പീസ് വീതം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനും എടുത്ത് അവരോടൊപ്പം തന്നെ ഒരു പീസ്. ഞാൻ എന്തിനാണ് ഇനി വെറുതെ കഴിക്കാതിരിക്കണം, ഞാൻ വെറുതെ അവിടെ ഇരുന്ന് വായിൽ വെള്ളം ഊറിയിരിക്കണേ എന്നുള്ളതല്ലേ. അങ്ങോട്ട് കഴിക്കാമെന്ന് കരുതി ഞാനൊരു പീസ് കഴിച്ച്. എനിക്ക് ഈ ചോറൊക്കെ നന്നായിട്ട് ഞാൻ കുറക്കും, കൺട്രോൾ ചെയ്യും. പക്ഷേ ഈ മധുരം എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ നേരത്തെയൊക്കെ നല്ല ചായയിൽ നല്ല മധുരം ഇട്ട് കുടിച്ചാലും എനിക്ക് ചായ കുടിച്ചതായിട്ട് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയതോടുകൂടി ചായയുടെ മധുരമൊക്കെ പൊതുവെ കുറച്ച്, എപ്പോഴത്തെക്കാളും തീരെ കുറച്ചോട്ടെ ഞാൻ മധുരം. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നത് കൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് പോയി ബേക്കറിയിൽ നിന്ന് നല്ല മധുരങ്ങളൊക്കെ ഒന്നും അങ്ങനെ വാങ്ങി കഴിക്കലൊന്നുമില്ല. ഇതേപോലെയൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതും ഒന്ന് പതിയെ കുറച്ചൊക്കെ എടുക്കണം. ആമി അങ്ങനെ പിന്നെ കേക്ക് കട്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കേക്ക് ഓരോ വലിയ പീസ് തന്നെ എടുത്ത് കഴിച്ച് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളത് 5 പേരും കൂടെ കഴിക്കണേണേ. വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ 5 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടുമില്ല ഞങ്ങൾ. കാരണം നമ്മളിത് വലിയ ആഘോഷമൊക്കെ ഒന്നും നടത്തണമെന്നല്ല. അപ്പം ഒരു 60-ാമത്തെ പിറന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരെയൊക്കെ വിളിച്ച് നടത്തുകയൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ മാത്രമായിട്ട് അപ്പൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നടത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ അപ്പൻ്റെ ബർത്ത്ഡേ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഈ ഒരു ഭക്ഷണം കഴിക്കലോട് കൂടി അവസാനിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ ബർത്ത്ഡേ ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഘോഷിക്കാൻ പറ്റുന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ മാത്രമല്ല ഗുഡ് നൈറ്റും കൂടി ഉണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഗുഡ് നൈറ്റ് പറയണത്. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.